ഇന്നലത്തെ കോൺഗ്രസ് ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടൊരു ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 23-ാം തീയതി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇവർ 3 പേരും ഒരുപോലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് യുദ്ധങ്ങൾ ചെയ്യരുത്, അത് അവസാനിപ്പിക്കണം. റോഡിലിറങ്ങിയുള്ള സമരങ്ങളും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. റോഡിലിറങ്ങി ജനങ്ങൾക്കും യു.ഡി.എഫിന്റെ പാർട്ടി അംഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഇന്നലെ രാത്രിയിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ അത് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അത് കേട്ടുവരുന്ന അണികൾ ആരൊക്കെയാണ് ആ ഒരു ഫ്ലെക്സ് കൊണ്ടുപോയി വെച്ചത്, അതിനുശേഷം ഈ പറയുന്നത് പോലെ ആ വെച്ച അണികൾ തന്നെ ഈ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ആ ഒരു ഫ്ലെക്സുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ എയർപോർട്ടിലെത്തിയ വി.ഡി. സതീശനോട് ചില ചോദ്യങ്ങളൊക്കെ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ആവാനായിട്ട് സാധ്യതയുണ്ടോ? ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ ചിരിച്ചുകൊണ്ട് വളരെ സന്തുഷ്ടനായി, അതായത് യു.ഡി.എഫിന്റെ ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ പൂർണ്ണമായിട്ടും 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ആകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് വി.ഡി. സതീശൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറി പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1:30 മണിയായി രാത്രി വി.ഡി. സതീശൻ എയർപോർട്ടിലെത്തിയ സമയത്ത്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സ്വീകരിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകും എന്നുള്ള രീതിയിൽ ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ഹൈക്കമാൻഡിൽ പ്രിയങ്ക ഗാന്ധിയും എ.കെ. ആന്റണിയും ഈ പറയുന്ന വി.ഡി. സതീശനെ അനുകൂലിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് പ്രിയങ്ക ഗാന്ധിയും എ.കെ. ആന്റണിയും നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും കൂടി 23-ാം തീയതി കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം ഇപ്പോൾ ഈ പറയുന്ന അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് 10-ാം തീയതി ആയിട്ടുള്ളൂ. 23-ാം തീയതി വരെയും കാത്തിരിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നറിയാൻ വേണ്ടി. അപ്പോൾ വി.ഡി. സതീശന്റെ ആ ഒരു കോൺഫിഡൻസും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ആകുമെന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ആ ഒരു വ്യക്തി തന്നെ മുഖ്യമന്ത്രി ആയിട്ട് വരട്ടെ. എന്ന് വെച്ചാൽ ഒരുപാട് പണിയെടുത്തല്ലേ, പണിയെടുത്താക്ക് തന്നെ കൊടുക്കണം. അതായത് എവിടെ കിടന്നിരുന്ന കോൺഗ്രസ് അവർ 40 സീറ്റിൽ ഒതുങ്ങി ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു പിടുത്തവും കിട്ടാതിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇത്രയും മനോഹരമായിട്ട് പ്രതിപക്ഷ നേതാവായി നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമാക്കി മാറ്റി 102 സീറ്റുകളുള്ള ഒരു മനോഹര വിജയം കൊടുത്ത വി.ഡി. സതീശന് തന്നെ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. കാരണം അത് അല്ലെങ്കിൽ മോശമല്ലേ ഇത്? കാരണം ഇത്രയും ജനങ്ങളെ ഇത്രയും നല്ല രീതിയിൽ തന്നെ ഇൻവോൾവ് ചെയ്ത് ജനങ്ങളായിട്ട് കണക്ട് ചെയ്ത് ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി മുഖ്യമന്ത്രി ആവണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ആവട്ടെ, അതല്ല അതിൻ്റെ ഒരു ശരി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും 23-ാം തീയതി വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപനം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്